എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഓട്സ് വെജിറ്റബിൾ ഓംലെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റും തക്കാളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഓട്സും. ഈ വണ്ണം കുറയ്ക്കാൻ ഓട്സ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ. ഇരട്ടി ഗുണമാണ്. ക്യാരറ്റും സവോളയും പച്ചമുളകും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻസും നാരുകളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓരോ സെൽസിൻ്റെ പേശികളുടെ വളർച്ചയ്ക്കുമൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും. ഈ ഓട്സ് നമുക്ക് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഓംലെറ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓട്സ്. ധാരാളം നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. മുട്ടയും ഓട്സും കൂടി ചേരുമ്പോഴത്തേന് പേശികളുടെ ആരോഗ്യത്തിനും അതിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ഞാൻ റെഡിയാക്കാനായിട്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടി ആ വെജിറ്റബിൾസിനും ഓട്സിനും എഗ്ഗിനും കൂടെ ഉള്ളത് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓട്സ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ വെജിറ്റബിൾസിൻ്റെ അകത്ത് ധാരാളം ക്യാരറ്റിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും പിന്നെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനുമൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും ഇത് നല്ലത് തന്നെയാണ്. ഓട്സ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ കുതിർന്നിട്ടില്ല എങ്കിൽ നമുക്ക് വീണ്ടും ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റും കൂടെ കുതിർക്കാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകിലും ഉള്ളിയിലുമൊക്കെ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഓട്സും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക. നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണോ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഓട്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ അതിലേക്ക് അതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി ലൂസായി പോയാൽ പാടാണ് നമുക്ക് വെന്ത് കിട്ടാനൊക്കെ. ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അത് കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായ ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അതിന് മുമ്പ് ഞാനിവിടെ ശകലം ഫ്ലാക്സ് സീഡിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയത് കൊണ്ടാണ്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഈവനിങ്ങിന് സ്നാക്സായിട്ട് കൊടുക്കാൻ എടുത്തത് കൊണ്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നമുക്ക് ഈ ഓംലെറ്റ് ഉണ്ടാക്കാം. ഇതുപോലെ പാനിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തിരിച്ചിടാൻ കുറച്ച് വണ്ണം ഒത്തിരി പരത്താതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പം ഞാനൊരു പാനിലേക്ക് മാറ്റിക്കഴിഞ്ഞ് പിന്നീടാണ് തിരിച്ചിട്ടത്. ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ ഓട്സ് ഓംലെറ്റ് റെഡിയായി കിട്ടും. വളരെ രുചിയാണ്. അതിലുപരി ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓട്സൊക്കെ വെറുതെ കലക്കി ഉപ്പ് ഒഴിച്ച് അച്ചാർ വിട്ട് കഴിക്കുന്നതിനെക്കാട്ടും ഒത്തിരി ഗുണമാണ്. പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയൊരു ഓംലെറ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പം. പിന്നെ ശരീരത്തിലെ ഓരോ പേശികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. എന്തായാലും നമ്മൾ ഒരു ദിവസം ഇത്ര അളവിൽ പ്രോട്ടീൻ കഴിക്കണമെന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പം ഓട്സിനൊപ്പം കഴിക്കുമ്പോൾ പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം കൂടെ നമുക്ക് കിട്ടും. ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത്ര ടാറ്റാ ബൈ.